ഇന്നത്തെ എൻ്റെ വീഡിയോ ഹൗസ് വാമിംഗ് സെലിബ്രേഷൻ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഏർലി മോർണിംഗ് 5 o'clock ഗണപതി ഹോമത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് എല്ലാം വാങ്ങിച്ചു വെച്ചിരുന്നു. ഇത് കൊച്ചിയിലാണ് ഫ്ലാറ്റ്. ഞങ്ങളങ്ങനെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നടത്തി. രാവിലെ ഏർലി മോർണിംഗ് ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം 5 o'clock ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ റിലേറ്റീവ്സിനൊക്കെ എല്ലാവരെയും വിളിച്ചിരുന്നു. അപ്പോൾ അവരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ പിന്നെ കുറച്ച് ലേറ്റായിട്ട് എത്തി. അതായത് നമ്മൾ മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അതായത് വീട്ടിലെത്തി ഒന്ന് ഫോട്ടോസൊക്കെ അത്യാവശ്യം കുറച്ച് എടുത്തിരുന്നു. ഗണപതി ഹോമം തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെയാണ് ഈ കാണുന്നത്. ഇത് കൊച്ചിയിലെ ഒരു ഫ്ലാറ്റാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ കൊച്ചിയിലാണ് വരാറ്. അങ്ങനെ 2 തിരുമേനിമാർ വന്നിട്ടുണ്ടായിരുന്നു. തിരുമേനി 2 പേരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പൂജാരീതികളൊക്കെ അവർ ചെയ്തു തുടങ്ങി. അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തിരുമേനി ഗണപതി ഹോമം തുടങ്ങി. അങ്ങനെ അതൊക്കെ ഭംഗിയായിട്ട് എല്ലാം ചെയ്ത്. അവിടെ ഭയങ്കര പുകയായിരുന്നു. വീട്ടിലിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത് ഗണപതി ഹോമം നടത്തുമ്പോൾ എല്ലാവിടെയും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ തന്നെ എല്ലാം കിച്ചണിൽ നിവേദിക്കാനുള്ളതൊക്കെ കിച്ചണിൽ ഉണ്ടാക്കി അവർ തന്നെ അങ്ങനെ എല്ലാം ഭംഗിയാക്കിയിട്ട് ചെയ്തു തന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ. തിരുമേനി ചെയ്യുന്ന പൂജാരീതികളൊക്കെയാണ് കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏർലി മോർണിംഗ് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, റിലേറ്റീവ്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ ഒരു 9:30 9 o'clock ആകുമ്പോഴാണ് എത്തിയത് എല്ലാവരും. അപ്പോൾ ഏർലി മോർണിംഗ് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സിസ്റ്റേഴ്സ്, അമ്മ, അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ. അപ്പോൾ അങ്ങനെ ഗണപതി ഹോമം കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. 1.5 മണിക്കൂർ 2 hours ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ എൻ്റെ ഫ്ലാറ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായം പറയണം കേട്ടോ. ഇത് കൊച്ചിയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ അടുത്താണ്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ ബോംബെയിലാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇവിടെ കൊച്ചിയിലാണ് പോവാറ്. അപ്പം അങ്ങനെ പൂജകളൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്ത് പ്രസാദവും വാങ്ങി അങ്ങനെ അനുഗ്രഹിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളുമായിട്ടൊരു ഗൃഹപ്രവേശനം നടത്തുമല്ലോ, വിളക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട്. അപ്പോൾ അതിൻ്റെ തിങ്സൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തട്ടിലെല്ലാ സാധനങ്ങളും അങ്ങനെ. അപ്പം അങ്ങനെ ഞങ്ങൾ റെഡിയായി വിളക്ക് കത്തിച്ച് കയറുക എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ എല്ലാ സാധനങ്ങളുമായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറുന്നതാണ് ഇത് കാണുന്നത് കേട്ടോ. അമ്മയ്ക്ക് ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും എത്തി, റിലേറ്റീവ്സൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വിളക്ക് കത്തിച്ച് എൻട്രി കയറി. എല്ലാവരും അങ്ങനെ എല്ലാ സാധനങ്ങളുമായിട്ട് എല്ലാവരും കയറി തുടങ്ങി. അതാണ് ഈ കാണുന്നത് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇതെൻ്റെ അമ്മയാണ് അവസാനം വരുന്നത്. ഇതെൻ്റെ ചേട്ടനാണ്. അങ്ങനെ എല്ലാവരും കയറി സാധനങ്ങളൊക്കെ അവിടെ വെച്ച്. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് പാല് കാച്ചലാണല്ലോ. അപ്പോൾ പാല് കാച്ചാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് എല്ലാവരും അവിടെ
നമ്മൾ ഗണപതി ഹോമം ചെയ്തവിടെ തന്നെയാണ് പാല് കാച്ചിയത് കേട്ടോ. അവിടെ അവിടെ തന്നെ വെച്ച് പാല് കാച്ചാന്ന് തീരുമാനിച്ചു. സ്റ്റൗവിൽ വെക്കണ്ട, അതിൽ തന്നെ പാല് കാച്ചാന്ന് വെച്ച് നമ്മൾ പാത്രങ്ങളൊക്കെ റെഡിയാക്കി പാലൊക്കെ ഒഴിച്ച് നമ്മൾ ഗണപതി ഹോമം നടത്തിയ അവിടെ പാത്രം വെച്ചു കേട്ടോ, പാൽപാത്രം പാലൊക്കെ ഒഴിച്ച് വെച്ചു. അങ്ങനെ അവിടുത്തെ വിളക്കിൽ നിന്ന് തന്നെ തീയെല്ലാം കത്തിച്ച് നമ്മൾ പാല് കാച്ചൽ പരിപാടി തുടങ്ങി. പാല് കാച്ചൽ പരിപാടിയൊക്കെയാണ് അത് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു പാത്രമായ കാരണേ അത് കുറേ സമയം എടുത്തു. പക്ഷെ ആ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാല് കാച്ചൽ സമയം. ആ സമയത്ത് തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ പാല് മെല്ലെ മെല്ലെ അത് ഈ കല്ലിൽ ഇവിടെ അടുപ്പിൽ വെച്ച കാരണം കുറച്ച് സ്ലോ ആയിരുന്നല്ലോ, തിളച്ച് വരാൻ കുറച്ച് സ്ലോ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ എല്ലാം ഭംഗിയായിട്ട് അങ്ങനെ പാല് തിളച്ച് തൂവി അഗ്നിക്ക് സമർപ്പിച്ചു. പിന്നെ അതിന് ശേഷം എല്ലാവർക്കും പാലൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് ഫോട്ടോസ് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ക്യാമറാമാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ തന്നെ ഫോട്ടോ എടുക്കുമായിരുന്നു, ഓരോരുത്തർ മാറി മാറി അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പോർട്രേറ്റിലും കുറച്ച് ലാൻഡ്സ്കേപ്പിലും ആയിപ്പോയി. അതാണ് ഇങ്ങനെ വീഡിയോ ഇരിക്കണേ. അതുകൊണ്ട് ഇത് കാണുന്നവർ എന്നോട് ക്ഷമിക്കണം, വീഡിയോ കാണാനൊരു സുഖമില്ലാതായിപ്പോയി. അപ്പോൾ ചിലത് ലാൻഡ്സ്കേപ്പിലാണ്, അതാണ് ഇങ്ങനെ മാറി മാറി വരുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തു. ഇതെൻ്റെ ഫാമിലിയൊക്കെയാണ്. ഇത് ഹസ്ബൻഡിൻ്റെ അമ്മായിയാണ്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ആയിട്ട് അങ്ങനെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ അങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓരോരുത്തർ എടുത്ത ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്, ഇതെൻ്റെ ഹസ്ബൻഡ്, മോന്, എല്ലാവരും ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ബാൽക്കണിയിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതാണ് ഈ കാണുന്നത് കേട്ടോ. വിധം ഫോട്ടോസ് കുറേ എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയായിട്ട് നല്ലൊരു സെലിബ്രേഷനായിരുന്നു ഇത്. അങ്ങനെ പിന്നെ ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ്. രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞ് പിന്നെ ഈ പാലുകാച്ചൽ പരിപാടിയൊക്കെ നടന്ന് പിന്നെ ഉച്ചഭക്ഷണം, ലഞ്ചിനുള്ള തയ്യാറെടുപ്പുകൾ. അങ്ങനെ എല്ലാവർക്കും ലഞ്ച് കഴിക്കാനുള്ള അതെല്ലാം എല്ലാവരും ഓരോരുത്തരായിട്ട് ഇരുന്നു. കുറച്ച് പേരായിട്ട് എല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ചെയ്തു കേട്ടോ. അവിടെ നമ്മളെ റിലേറ്റീവ്സ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ എല്ലാം വീട്ടിൽ തന്നെ വെച്ച് നടത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ലഞ്ചൊക്കെ നല്ല ഭംഗിയായിരുന്നു. കുറേ വിഭവങ്ങളും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എല്ലാവരും കഴിക്കുന്നതാണ് ഈ വീഡിയോ കേട്ടോ. അങ്ങനെ എല്ലാവരും ലഞ്ച് കഴിച്ചവരൊക്കെ അങ്ങനെ കുറച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ടേബിളിൽ ഒരു 4-5 മെമ്പേഴ്സ് ഇരുന്ന് കഴിച്ച് അങ്ങനെ ചെയ്യായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച കാരണം, ഞങ്ങൾ ബോംബെയിലായ കാരണം ഞങ്ങളങ്ങനെ പുറമേ ഒന്നും വേണ്ട, വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാമെന്ന് വെച്ച് ഞങ്ങളങ്ങനെ തീരുമാനിച്ചതാണ്. ഇതെൻ്റെ ചേച്ചിയാണ്, എൻ്റെ ഹസ്ബൻഡ്, അവിടെ എൻ്റെ മോനുണ്ട്, ഇത് ചേച്ചിയുടെ മോനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ
അപ്പം എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. ഇത് എൻ്റെ വേറൊരു ചേച്ചിയാണ്, ചേച്ചിയുടെ മോളാണ്. അതെൻ്റെ ചെറിയമ്മയുടെ മോളാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ അടിപൊളിയാക്കി കഴിച്ചു. ഈവനിങ് ആയപ്പോൾ തിരുമേനി വന്നു. ഭഗവതി സേവ ഈവനിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപ്രകാരം തിരുമേനി വന്ന് ഭഗവതി സേവയ്ക്കുള്ള പൂജയ്ക്കുള്ള കോലമൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുത്തതാണ്. വളരെ നല്ല ഭംഗിയായിട്ട് ഇടുന്നത് കണ്ടപ്പോൾ ഫോട്ടോ എടുത്തു. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ വളരെ ഭംഗി തോന്നി, നല്ല രസമായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഭഗവതി സേവയും വെച്ചു. അപ്പോഴേക്കും എല്ലാവരും റിലേറ്റീവ്സൊക്കെ ലഞ്ച് കഴിഞ്ഞ് പോയി കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം ഭഗവതി സേവയ്ക്കുള്ള എല്ലാം വെച്ചെല്ലാം റെഡിയായി. പിന്നെ തിരുമേനി പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുമല്ലോ, അതൊക്കെ ചൊല്ലുമായിരുന്നു പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഈവനിങ് 7:30 ആയി കേട്ടോ. കഴിയുമ്പോഴേക്കും 7:30 8 o'clock ആയി. ഇത് കഴിയുമ്പോഴേക്കും 5-6 തുടങ്ങി അങ്ങനെ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ഫൈനൽ ആരതി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കർപ്പൂരമൊക്കെ എല്ലാവരുടെയും കത്തിച്ച് വെച്ച് കർപ്പൂരാരതിക്ക് ഉള്ള തയ്യാറെടുപ്പായിരുന്നു. തിരുമേനി 2 തിരുമേനി ഉണ്ടായിരുന്നു കേട്ടോ. 2 പൂജയ്ക്കും 2 പേരും വന്നിരുന്നു. അങ്ങനെ അവസാനത്തെ ആരതി തൊഴുത് ഈ പൂജാ പരിപാടികളും അങ്ങനെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫ്ലാറ്റിൻ്റെ പേര്, ഓറ ആണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.